ജാസിയെ, ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് എന്താ അറിയോ? വളരെ പ്രധാനപ്പെട്ട ഒരു ഇമ്പാക്റ്റ് ചെയ്യുന്ന നമ്മൾക്കെല്ലാം ഫീൽ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വിഷയമാണ്. അപ്പോൾ തീർത്തും കേൾക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത്. ജീവിതത്തിൽ ഒരുപാട് തരത്തിലുള്ള ബന്ധങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ് നാം എല്ലാവരും. നമുക്ക് നമ്മളെ ഇടയിൽ ഉണ്ടാകുന്ന ബന്ധങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുടുംബ ബന്ധം ഉണ്ടാവും, സുഹൃത്ത് ബന്ധം ഉണ്ടാവും, കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരുടെ ബന്ധം ഉണ്ടാവും, അല്ലെങ്കിൽ പ്രണയബന്ധങ്ങൾ, പലതരത്തിലുള്ള ബന്ധങ്ങളിലൂടെ കടന്നു പോകുന്ന ആളുകളാണ് നമ്മൾ ജീവിതത്തിൽ. അപ്പോൾ ഇതിൻ്റെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുന്നത് അതിലൊരുപാട് നേട്ടങ്ങളും നമുക്കൊരുപാട് സന്തോഷങ്ങളും തരുന്ന അവസരങ്ങളായിരിക്കും ഈ ബന്ധങ്ങളിലൊക്കെ ഉണ്ടാവുക. ഇതിൻ്റെ മറ്റൊരു വശമാണ്, ഈ ബന്ധങ്ങളിൽ നിന്ന് തന്നെയാണ് നമുക്കൊരുപാട് വേദനകളും കിട്ടുന്നത്. ചിലപ്പോൾ നമ്മളെ ഉള്ളിലുള്ള വേദനകളെ അതേ അർത്ഥത്തിൽ നമ്മൾ സ്നേഹിക്കുന്ന ആളുകൾ മനസ്സിലാകാതെ പോകുന്നതായിരിക്കാം നമ്മുടെ ഉള്ളിലുള്ള വല്ലാത്തൊരു വേദനകൾ. നമ്മൾ ആ ഒരു അർത്ഥത്തിൽ അവർ മനസ്സിലാക്കാണ്ട് പോകുന്നു എന്നുള്ളതാണ് ചില ഈ ബന്ധങ്ങളിലൊക്കെ ഉണ്ടാകുന്ന വലിയ വിഷമങ്ങൾ. പല സന്ദർഭങ്ങളിലും നമ്മുടെ നിസ്സഹായാവസ്ഥ നമ്മുടെ വേണ്ടപ്പെട്ടവർ മനസ്സിലാകാതെ പോകുന്നു. ഇതൊക്കെ നമ്മളെ ഉള്ളിൽ ഒരുപാട് ട്രോമാ കേസുകൾ, നമ്മുടെ വിജയത്തിന് തടസ്സമായി നിൽക്കുന്ന ഒരുപാട് കാരണങ്ങളായി ഇതൊക്കെ മാറുന്നുണ്ട്. ഇങ്ങനെയുണ്ടാകുന്ന വേദനകളിൽ നിന്ന് നമുക്കെങ്ങനെ ഒരു മോചനം നേടാം, അല്ലെങ്കിൽ എങ്ങനെ ഇതൊക്കെ ഒന്ന് മറികടക്കാം? ആദ്യം നമ്മളെ മനസ്സിൽ നിന്ന് മാറ്റേണ്ട ആദ്യത്തെ ചിന്ത എന്ന് പറയുന്നത്, നമ്മൾ ഒറ്റക്കല്ല, നമ്മൾ ഇതേപോലത്തെ വിഷമങ്ങളുള്ള അനേകായിരങ്ങൾ ഈ ലോകത്തുണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം വിശ്വസിക്കുക. നമ്മളെ ഹൃദയത്തെ കേൾക്കാൻ തയ്യാറാവുക. നമുക്കുണ്ടായ വേദനകളെ നമ്മൾ ബഹുമാനിക്കാൻ സന്നദ്ധരാകുക. ഓരോ വേദനകളുമാണ് നമ്മളെ കൂടുതൽ കരുത്തുറ്റവരാക്കി മാറ്റിയത് എന്നുള്ള ഒരു ബോധം നമുക്കുണ്ടാവുക. നമ്മളെ തന്നെ നമ്മൾ പരിപാലിക്കുക. നമ്മുടെ ശരീരത്തിനെ ആയാലും എല്ലാം നമ്മൾ തന്നെയാണ് നമ്മുടെ ശരീരത്തിനെയും നമ്മുടെ മനസ്സിനെയും കെയർ ചെയ്യേണ്ട ആളുകൾ. ഓരോ വേദനകളും നമ്മളെ സ്നേഹിക്കുന്ന, നമ്മൾ അത്രമേൽ അറിയുന്ന, നമ്മുടെ വേദനകൾ അതേപോലെ അറിയുന്ന ആളുകളുമായിട്ട് ഷെയർ ചെയ്യുക. ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊരു പുതിയ പുലരി ഉണ്ടാവും.